എല്ലാവർക്കും ഡി യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ കാടിനുള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയം കാണാനായിട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര. ആ വിസ്മയ കാഴ്ചയിലേക്ക് പോകുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രശസ്തമായ പയസ്വിനി അല്ലെങ്കിൽ ചന്ദ്രേരി പുഴയിലെ ഒരു തടയണയും അതിനോട് ചേർന്നുള്ള പാലവുമാണ്. പോകുന്ന വഴിയിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അച്ചൻകല്ല് വാട്ടർഫോൾസിലേക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വിസ്മയം. കാർ പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടേക്കുള്ള പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇവിടെ എൻട്രൻസ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭാവിയിൽ പേയ്മെൻറ്റ് വന്നേക്കാം, പക്ഷെ ഇപ്പോൾ എൻട്രൻസ് ഫീയോ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 6 മണിക്ക് ശേഷം ഇവിടെ സന്ദർശകരെ അനുവദിക്കുന്നതല്ല. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടം വരെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അവിടെ പാർക്കിംഗ് ഫീ ഈടാക്കുന്നുണ്ട്. പേയ്മെൻറ്റ് കൊടുത്ത് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ആ വിസ്മയ കാഴ്ച ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അധികം ആരും അറിയപ്പെടാത്ത ഒരു സുന്ദരമായ വെള്ളച്ചാട്ടമാണ് അച്ചൻകല്ല് വെള്ളച്ചാട്ടം. കൊന്നക്കാട് നിന്ന് അധികം ദൂരമില്ലാത്ത ഈ പ്രദേശം സഞ്ചാരികൾക്ക് തികച്ചും ഒരു ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. നല്ല ഭംഗിയാണ് ആ വെള്ളച്ചാട്ടം കാണാനായിട്ട്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണിത്. നിങ്ങളിവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, അതായത് മഴക്കാലത്ത് വരാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതം. ഈ സമയത്ത് വെള്ളച്ചാട്ടം ശക്തമായി ഒഴുകുകയും ചുറ്റുമുള്ള പ്രദേശം അതിമനോഹരമായ പച്ചപ്പാൽ മൂടപ്പെടുകയും ചെയ്യും. മഴക്കാലം ആരംഭിക്കുന്നതോടെ പ്രകൃതിയുടെ വന്യമായ ഭംഗിയോടെ ഈ വെള്ളച്ചാട്ടം സജീവമാകുന്നു. വേനൽക്കാലത്ത് വെള്ളച്ചാട്ടത്തിൽ വെള്ളം വളരെ കുറവായിരിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും വറ്റിപ്പോകാനോ സാധ്യതയുണ്ട്. അതിനാൽ ആ സമയത്തെ സന്ദർശനം ഒഴിവാക്കുന്നതാണ് നല്ലത്. പച്ചപ്പും കുളിർമയും നിറഞ്ഞ കാട്ടുപാതയിലൂടെയുള്ള യാത്രയും പാറക്കെട്ടിലൂടെ ഒഴുകിയിറങ്ങുന്ന ആ തണുത്ത കാട്ടരുവിയിലെ വെള്ളച്ചാട്ടവും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ്. വെള്ളം പാറയിൽ തട്ടി തെറിച്ചു പോകുന്നതിനാൽ ചുറ്റും മഞ്ഞ് മൂടി കിടക്കുന്ന പോലൊരു ഫീൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്നും ഫോട്ടോ എടുക്കാനായി നിന്നതാണ്. പക്ഷേ വെള്ളം തെറിച്ച് എൻ്റെ ദേഹം മൊത്തം നനഞ്ഞുപോയി. ഫാമിലിയായി വന്ന് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസാണ് അച്ചൻകല്ല് വാട്ടർഫോൾസ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നിങ്ങൾക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ വെള്ളച്ചാട്ടം കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു ഫീലല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളിവിടെ വന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് അന്നത്തെ ദിവസം മഴയുണ്ടായിരുന്നില്ല. സാധാരണ കാസർഗോഡ് നല്ല മഴയാണ്, പക്ഷെ അന്ന് മഴയുണ്ടായിരുന്നില്ല. അത് കാരണം
ഞങ്ങൾക്ക് വീഡിയോ നന്നായി ചിത്രീകരിക്കാൻ സാധിച്ചു. ഈ വെള്ളച്ചാട്ടം ടൂറിസത്തിനായി തുറന്നു കൊടുത്തിട്ട് ഏകദേശം 5 വർഷമായെന്നാണ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇങ്ങനൊരു വിസ്മയം കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയത്, അറിഞ്ഞു തുടങ്ങിയത് ഈ അടുത്തിടെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാനും ഇവിടെ എത്തിപ്പെടുന്നതും ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കാനായി ശ്രമിക്കുന്നതും. നല്ല കാറ്റും ഇവിടെ വീശുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായി ലഘുഭക്ഷണശാല പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചായയോ കാപ്പിയോ സ്നാക്സോ ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഇവിടെയെല്ലാം നല്ല വൃത്തിയോടെ തന്നെയാണ് പരിപാലിച്ചു പോരുന്നത്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. അവിടുന്ന് ഏകദേശം 50-55 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. ഏകദേശം ഒരു 2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിവിടുന്ന് ഇറങ്ങിയത്. ഇതുപോലെ നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.